വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ മലയാളം. അപ്പം നമ്മുടെ ടാർഗറ്റ് സീരീസിൽ 2024 സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ സെപ്റ്റംബർ 9 തൊട്ടിട്ട് നമ്മുടെ SSC സീരീസ് എക്സാം സ്റ്റാർട്ട് ചെയ്യണമല്ലേ. അപ്പോൾ അതിൽ റീസണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു സീരീസാണ്. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സീരീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഡേ 15 ആണ്. ഓൾറെഡി 14 ദിവസത്തെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സസ് എല്ലാം കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കിടക്കാം. ഡേ 15 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തരുന്നുണ്ട്, എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ക്വസ്റ്റ്യൻ തരും, 30 സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. കിട്ടിയില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലനേഷൻ പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ എവിടെയാണ് ആ മിസ്റ്റേക്ക് വരുത്തിയെന്നുള്ള പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് സൊല്യൂഷൻസ് നിങ്ങൾ എഴുതിയെടുത്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡൗട്ട് ഉള്ളത് കമന്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാനാണ് അല്ലേ. 40, 300 തമ്മിലുള്ള പാറ്റേൺ എന്താണോ അതേ പാറ്റേൺ, അതേ റൂളാണ് 27, 196 തമ്മിലുള്ളത്. അതേ ജനറൽ റൂൾ ഫോളോ ചെയ്ത് വരുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പറയണം. അപ്പോൾ 30 സെക്കൻഡ് ആണ്, എല്ലാവരും ചെയ്ത് നോക്കുക. നാൽപ്പത്, 300, 27, 196. സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. സമയം നോക്കാമല്ല, നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. സമയം കഴിഞ്ഞ് 30 സെക്കൻഡേ ഉള്ളൂ. ഞാൻ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയിരുന്നു. നിങ്ങൾക്ക് അതിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കിട്ടാത്തവർ നമുക്ക് തന്നിരിക്കുന്ന പേരുകൾ എന്തൊക്കെയാ? 40ഉം 300ഉം അല്ലെ. 40, 300, 27, 196. അപ്പം 40നേക്കാൾ ഒരു വലിയ നമ്പറാണ് ആ 300 എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എത്ര ഇരട്ടി ആയിരിക്കും? ഒരു 8 ഇരട്ടി അല്ലെ. 40 × 8 320 ആണ്. 320നോട് അടുത്ത് കിടക്കുന്ന ഒരു നമ്പറാണ് എൻ്റെ 300 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 27 × 8 എന്ന് പറയുമ്പോൾ എത്രന്ന് വരും? 216 വരും അല്ലെ. അപ്പൊ 216 അതിനോട് തൊട്ടടുത്ത് എടുക്കുന്ന നമ്പർ ആണല്ലോ 196. അപ്പൊ ഞാൻ ഫസ്റ്റ് എത്തിച്ചേരുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിന്റെ ഏകദേശം ഒരു 8 ഇരട്ടിയോളം കിടക്കുന്ന ഒരു നമ്പറാണ് എൻ്റെ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 × 8 ചെയ്യുമ്പോൾ എനിക്ക് 320 എന്ന് കിട്ടും. ആ 320ൽ നിന്നും 20 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് സെക്കൻഡ് നമ്പർ ആയിട്ട് തന്നിരിക്കുന്ന 300നെ കിട്ടുന്നുണ്ട്. അതേപോലെ 27നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് 216 കിട്ടും. അതിൽ നിന്നും 20 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടുന്നുണ്ട്? 196 കിട്ടുന്നുണ്ട് അല്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് നമ്പറിനെ ഞാൻ എടുത്തു, ഫസ്റ്റ് നമ്പറിന്റെ 8 ഇരട്ടി ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് കിട്ടിയ ആൻസറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? -20 ഞാൻ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ രണ്ടാമത്തെ നമ്പറിനെ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്പർ × 8 -20 ചെയ്യുമ്പോഴാണ് സെക്കൻഡ് നമ്പർ കിട്ടുന്നത്. അപ്പൊ ഇതാണ്, ഈ റൂളാണ് നിങ്ങൾ അവിടെ എഴുതിയെടുക്കേണ്ട റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഞാൻ റൂള് കൺഫേം ചെയ്തു അല്ലെ. 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, 2 എണ്ണത്തിൽ ഞാൻ ഇട്ട് നോക്കി, എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പൊ ഏത് ഓപ്ഷൻ ആയിരിക്കും അതേ റൂള് ഫോളോ ചെയ്യുന്നത്? നോക്കിക്കേ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. 200 അല്ലെ. 200ന്റെ 8 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയാ? 1600 അല്ലെ. 200 × 8 1600 എന്ന് വരും. 200 × 8 ഇതൊക്കെ മനസ്സിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ നമുക്ക് പേനയും പേപ്പറൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 1600 ആണ്. ആ 1600ൽ നിന്നും ഇനി എത്ര കുറയ്ക്കണം? ഒരു 20 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ള 1580 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും അല്ലെ. അപ്പോൾ 1580. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് നമ്പർ റൂൾ എന്താ? നിങ്ങൾ റൂളാണ് എഴുതിയെടുക്കേണ്ടത്. എഗെയിൻ ഒരു 1-2 എക്സാമ്പിൾസ് നിങ്ങൾ അതിന് താഴെ എഴുതിയിട്ടാൽ മതി. ഫസ്റ്റ് നമ്പർ × 8 ഇരട്ടി എടുത്തു, -20 ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ സെക്കൻഡ് നമ്പർ കിട്ടി. അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരി? എൻ്റെ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സീരീസ് ആണ്, നമ്പർ സീരീസ് ആണ്. അവിടെ ബ്ലാങ്ക് സ്പേസ് എടുക്കുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എടുക്കുന്നില്ലേ? അവിടെ എന്ത് നമ്പർ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ നിന്നും ഏത് നമ്പർ വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ? ഒരു നമ്പർ സീരീസ് ആകുമ്പോൾ അതിൽ പല പാറ്റേൺസും ഉണ്ടാവും അല്ലേ. പ്ലസ് അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ മൈനസോ ഡിവിഷനോ സ്ക്വയർ, ക്യൂബ്, പ്രൈം നമ്പേഴ്സ്, അങ്ങനെ ഒത്തിരി അധികം പാറ്റേണുകളുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാങ്ക് സ്പേസിൽ വരാൻ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പറയണം. അപ്പോൾ ചെയ്ത് നോക്കുക. 30 സെക്കൻഡ് സമയമുണ്ട്. ടൈമർ ഓൺ ആക്കുന്നു.
ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. 30 സെക്കൻഡ് കറക്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണേ? 5, 7, 11 ബ്ലാങ്ക് സ്പേസ് 35, 67 അല്ല. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ രീതിയിൽ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പോകുന്ന അല്ലെ, ഫോർവേഡ് അല്ലെങ്കിൽ മുന്നിലേക്ക് പോകുന്ന ഒരു സീരീസ് ആണ്. അപ്പോൾ അവിടെ മിക്കവാറും എന്തായിരിക്കും? ചിലപ്പോൾ അഡീഷനോ സബ്ട്രാക്ഷൻ ആവാൻ വഴിയില്ല. അഡീഷൻ ആവാം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവാം. പക്ഷെ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവാനും ചാൻസ് കുറവാണ്. കാരണം 5ന്റെ 2 ഇരട്ടി, അങ്ങനെ 2 ഇരട്ടി 3 ഇരട്ടി അങ്ങനെ ഒരു റിലേഷൻ എനിക്ക് അടുത്തടുത്ത് കിടക്കുന്ന നമ്പറുകൾ തമ്മിൽ കാണുന്നില്ല. ചെറിയ ചെറിയ നമ്പറുകളുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഡിഫറൻസ് എടുത്ത് നോക്കുക. അവിടെ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൂടി പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ പോവുക. അപ്പോൾ ഞാൻ എഴുതുന്നത് നമ്മുടെ സീരീസ് 5, 7, 11 ഡാഷ് 35, 67 അല്ലെ. ഇനി എന്ത് ചെയ്യുന്നു? ഇവരുടെ ഡിഫറൻസ് എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 7ൽ നിന്ന് 5 പോയി കഴിയുമ്പോൾ 2. അടുത്തത് 11ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര ആൻസർ കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 5നോട് കൂടെ +2 ചെയ്യുമ്പോൾ 7 കിട്ടി. 7നോട് കൂടെ +4 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? 11 കിട്ടി. ഇവിടുത്തെ റിലേഷൻ എനിക്ക് അറിയില്ല, ഇവിടുത്തെ റിലേഷൻ എനിക്ക് അറിയില്ല. ഇവിടെ നോക്കിക്കേ, 35, 67. അപ്പോൾ അവിടെ എന്താ ഫോളോ ചെയ്യുന്നത് നോക്കിക്കേ. 67ൽ നിന്ന് 35 കുറയ്ക്കുമ്പോൾ 32 കിട്ടും. അതായത് 35നോട് കൂടെ 32 കൂട്ടുമ്പോഴാണ് എനിക്ക് 67 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ? എനിക്ക് ഏകദേശം അറിയാം. എന്താ? 2, 2ന്റെ സ്ക്വയർ 2ന്റെ ക്യൂബ് ആയിരിക്കും, 2ന്റെ 2⁴ ആയിരിക്കും, ഇത് 2⁵. നമുക്കറിയാലോ 2ന്റെ പവറുകൾ നമ്മൾ പഠിക്കുന്നതല്ലേ. 2⁵ ആണ് ഈ കിടക്കുന്ന 32 എന്ന് പറയുന്നത്. അതായത് ഈ കിടക്കുന്ന ഡിഫറൻസുകളെ അവർ എന്ത് ചെയ്തിരിക്കുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുകയാണ്. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടി. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ +8 ആയിരിക്കും വരുന്നത്. ആ 8നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ +16 ആയിരിക്കും വരുന്നത്. ആ +16 അഗൈൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് +32 ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ 2⁴, 2⁴, 2⁵, 2⁴, 2⁵ 5 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? അത് ഈ 11നോട് കൂടെ ഈ 8 കൂട്ടിയാൽ മതി അല്ലേ. 11നോട് കൂടെ 8 കൂട്ടണം, +8 ആണ് അവിടെ വരിക എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 11 + 8 എത്രയായിരിക്കും? 19 ആയിരിക്കും എൻ്റെ ആൻസർ. അതല്ലാതെ വേറെ ഏത് രീതിയിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്തിട്ട് വേണമെങ്കിൽ വരാം. ഈ ബ്ലാങ്ക് സ്പേസിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അതിനോട് കൂടെ 16 കൂട്ടിയപ്പോഴാണ് എനിക്ക് 35 എന്ന് പറയുന്ന ആൻസർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 35ൽ നിന്നും ആ 16നെ ഞാൻ കുറച്ച് കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടും? തൊട്ട് മുൻപിലെ നമ്പർ കിട്ടും അല്ലേ. 35 - 16 എത്രയാ? അതും 19 തന്നെയാണ്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാറ്റേൺ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അത് ഡിഫറൻസ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ക്ലിയർ ആയിരുന്നു. അത് 2ന്റെ പവറുകളാണ്, അല്ലെങ്കിൽ ഇൻറ്റു 2 ഡിഫറൻസുകളെ മൾട്ടിപ്ലൈഡ് ബൈ 2 അല്ലേ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയ ഒരു നമ്പർ സീരീസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ എൻ്റെ ഏത് ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്? എൻ്റെ ഓപ്ഷൻ എ ആണ്. 19 എന്ന് പറയുന്ന ആൻസറാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ റൂൾ എല്ലാവരും നോട്ട് ചെയ്തെടുത്തേ പെട്ടെന്ന്. ഓപ്ഷൻ എ 19 ആയിരിക്കും കറക്റ്റ് ആൻസർ. അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3ാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ അവിടെ കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ പൊസിഷണൽ വാല്യൂസ് കൂടുന്നുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് പോവുക. റിപ്പീറ്റഡ് നമ്പറുകൾ വരുന്നുണ്ടോ, ആൽഫബറ്റുകൾ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. ടൈമർ ഞാൻ ഓൺ ആക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തു നോക്കുക എല്ലാവരും. സമയം കഴിഞ്ഞിരിക്കുകയാണ്. 30 സെക്കൻഡിനേക്കാൾ ഒത്തിരിയായി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്നുള്ളത് നോക്കിക്കേ. എ, ബി, ഓക്കെ 2 ടേംസ്, അതിനടുത്തുള്ളത് ബ്ലാങ്ക് സ്പേസ് ആണ്. പിന്നെ എൻ ആണ് വരുന്നത് അല്ലേ. പിന്നെ ഒരു ബ്ലാങ്ക് സ്പേസ് ഡി. അപ്പോൾ എനിക്ക് എയും ബിയും അടുത്തടുത്ത് കിടക്കുന്ന നമ്പറാണ്. ഡിയും അതിനോട് അല്ലേ സി ഡി. അപ്പോൾ സി ഇവിടെ എവിടെയോ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ഇ വരുന്നുണ്ട്. പിന്നെ എഫ് ഇല്ല, ഇവിടെ എച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ അല്ലെങ്കിൽ ABCDEFG അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അടുത്തടുത്തിട്ടല്ല അവർ പോകുന്നത്. എന്താ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലാങ്ക് സ്പേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂൾ ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. നമ്മുടെ ആൽഫബറ്റിക് നമ്മൾ ടേബിൾ എഴുതുമല്ലോ, ABCDEFG അല്ലേ. ABCDEFG
HIJKL. എന്നിട്ട് അവരെന്ത് ചെയ്തേക്കുക, എല്ല് വരെ അവിടെ എഴുതിയിട്ട് MNOP അവിടെ നോട്ടിട്ട് എന്ത് ചെയ്തിരിക്കുക, താഴേക്ക് എഴുതിയിരിക്കുക RSTUV WX വൈയും സെഡും കിടക്കുന്നുണ്ട്. നമുക്ക് അത്രയ്ക്കൊന്നുമില്ല, നമ്മുടെ സീരീസ് ചെറിയൊരു സീരീസ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, എനെയും ബിനെയും അവർ ആദ്യം എഴുതി, ഇതേ കണ്ടോ, എനെയും ബിനെയും അവർ ആദ്യം എഴുതിയിട്ട് എന്ത് ചെയ്തു, ആദ്യം ഇവിടെ എമ്മിനെയും എന്നിനെയും ആണ് അവർ തൊട്ടടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് AB എഴുതി ആദ്യം, അതിനുശേഷം MN എഴുതി, അതിനുശേഷം എന്ത് തന്നെ എഴുതും, CD എഴുതും, CD എഴുതും, അതിനുശേഷം എന്ത് എഴുതും, അതിന് താഴെ കിടക്കുന്ന ഒനെയും പീനെയും എഴുതും. അപ്പോൾ രണ്ട് ആൽഫബറ്റുകളുടെ സെറ്റുകളായിട്ട് മുകളിൽ നിന്നും താഴെ നിന്നും പിക്ക് ചെയ്ത് അവർ എഴുതിയിട്ടാണ് ആ ഒരു സീരീസ് ഫോളോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. OP, അതിനുശേഷം എന്ത് ചെയ്തത്, EF എഴുതും. EF എഴുതി കഴിയുമ്പോൾ അതിന് താഴെ ആരാ കിടക്കുന്നത്, QR. അപ്പോൾ QRനെ ഞാൻ അടുത്ത ടേംസ് ആക്കി എഴുതി. പിന്നെ അതിനുശേഷം എന്ത് എഴുതണം, GH എഴുതണം. അതിനുശേഷം ST, ST അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് എഴുതണം, IJ എഴുതണം. അതിനുശേഷം UV. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് സീരീസ് എന്ന് പറയുന്നത്. ABCD എഴുതി, അതിന് താഴെ എന്ത് എഴുതി, MNOP അതേ ഓർഡറിൽ അവർ എഴുതിയിട്ട് രണ്ട് ആൽഫബറ്റുകളുടെ സെറ്റാക്കി അവരെന്ത് ചെയ്തു, ഒരു പുതിയൊരു വെറൈറ്റി കോഡ് എന്നുള്ള രീതിയിൽ അവർ തന്നിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസിൽ എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക നോക്കിക്കേ, എയും ബിയും ഉണ്ട്, അതിനുശേഷം എന്താ വരേണ്ടത്, M ആണ് വരേണ്ടത് അല്ലേ. M കഴിഞ്ഞിട്ട് N വരും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് തന്നെ വരും, CD. അപ്പോൾ ഇവിടെ M ആണ്, ഇവിടെ C ആണ് വരേണ്ടത്. MCയിൽ തുടങ്ങുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ, ഓപ്ഷൻ D ഉണ്ട്, ഓപ്ഷൻ A ഉണ്ട്. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നോക്കിക്കേ, CD, അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു, MN എഴുതി കഴിഞ്ഞാൽ ബാക്കി MNOP ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം D ഇവിടെ ഉണ്ട്, E ഇവിടെ ഉണ്ട്, അടുത്ത് എന്തായിരിക്കും, F ആയിരിക്കും അല്ലേ. രണ്ട് ആൽഫബറ്റുകളുടെ സെറ്റ് അല്ലേ. അപ്പോൾ MCF എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങുന്ന ഓപ്ഷൻ ആയിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ. അതേത് ഓപ്ഷനാണ്, അതെ MCFGV. എൻ്റെ ഓപ്ഷൻ D, നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ബ്ലാങ്ക് സ്പേസുകൾ എന്ത് ചെയ്യാം, ഫില്ല് ചെയ്തിട്ട് നോക്കാം അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് നോക്കിയാലും മതി. OP, E, Fനെ കിട്ടി, Mനെ കിട്ടി, C അല്ലേ അടുത്തുണ്ടായിരുന്ന ബ്ലാങ്ക് സ്പേസ്. അടുത്ത ബ്ലാങ്ക് സ്പേസ് എവിടെയാണ് വരുന്നത്, Qഉം Rഉം കഴിഞ്ഞിട്ട് G ഉണ്ടാവും. അതിനുശേഷം ഏതാ ബ്ലാങ്ക് സ്പേസ് വരുന്നത്, ഇവിടെ U കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്, U കഴിഞ്ഞിട്ട് V വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ABCD എഴുതി, MNOP അങ്ങനെ എഴുതി, രണ്ട് ആൽഫബറ്റുകളുടെ സെറ്റാക്കി അവർ പുതിയ കോഡ് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ഒന്ന് പെട്ടെന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ പുതിയതായിട്ട് നമ്മുടെ എക്സാമിന് ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് സിലബസുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മെൻറ്റേഴ്സ് അല്ല നമ്മുടെ ഫാക്കൽറ്റീസ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, ക്ലാസ്സസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തു കൊടുക്കുന്നു, സിലബസുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബേസിക് സർക്കിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ബേസിക് സർക്കിളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറീസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ പ്രാക്ടിക്കൽ നോളജ് വരണമല്ലോ. അതായത് ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണല്ലോ അത് നമുക്ക് അത്രയും നല്ല രീതിയിൽ മനസ്സിലാവുന്നത്. അപ്പോൾ വർക്കൗട്ട് സെക്ഷൻസ് ആണ് നമ്മൾ സർക്കിളുകളിൽ ചെയ്യുന്നത്. മെറ്റീരിയൽസ് കൊടുക്കും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട്. മെൻറ്റേഴ്സ് ഉണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചുകൊണ്ട് പല രീതിയിലുള്ള സൊല്യൂഷൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നു, ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം അഡ്വാൻസ് ലെവൽ, കുറച്ചും കൂടി ടഫ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ലെവലാണ് നമ്മുടെ എക്സ്ട്രീം സർക്കിളുകൾ എന്ന് പറയുന്നത്. മെത്തേഡ് എല്ലാം ബേസിക് സർക്കിളുകൾ പോലെ തന്നെയാണ്. മെൻറ്റർ ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് കൊടുക്കും, ചെയ്യിപ്പിക്കും, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷമുള്ളതാണ് സൂപ്പർ ബാച്ചുകൾ. സൂപ്പർ ബാച്ചുകൾ എന്ന് പറയുമ്പോൾ അപ്കമിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്ന ബാച്ചുകളാണ് സൂപ്പർ ബാച്ചുകൾ. ഫോർ എക്സാമ്പിൾ SSCയുടെ CGL, MTS, GD അങ്ങനത്തെ കുറേ ബാച്ചുകൾ ഇവിടെ പോകുന്നുണ്ട്. അതല്ലാതെ ബാങ്കിലും നമ്മൾ അതേപോലെ സൂപ്പർ ബാച്ചുകൾ തുടങ്ങാറുണ്ട്. അതിനുശേഷമുള്ളതാണ് നമ്മുടെ മോക്ക് സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ രീതിയിൽ വളരെ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മുടെ എക്സാമിന് ഇരുന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്യണം, ഇത്ര മണിക്കൂറിന് അനുസരിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ 5ാമത്തെ ലെവൽ റിപ്പ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ പരിശീലനം നൽകുന്നു. 6ാമത്തേത് ഓരോ സ്റ്റുഡൻസും പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് മോക്ക് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു. മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂവിന് എങ്ങനെ അപ്പിയർ ചെയ്യണം, അതിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവർക്കും അതിനുവേണ്ടിയുമുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നിങ്ങൾക്ക് പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ബാച്ചുകൾക്കും ഓൺലൈൻ ബാച്ചുകൾക്കുമായിട്ട് ഈ 2 നമ്പറുകളിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. അഗെയിൻ ആൽഫബറ്റിക് ഒരു സീരീസ് ആണല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും ഒരു കോഡ് അല്ലെങ്കിൽ ആ ബ്ലാങ്ക് സ്പേസുകളിൽ വരാൻ ചാൻസ് ഉള്ള ലെറ്റർ ഏതൊക്കെ ആയിരിക്കും, റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ആൽഫബറ്റുകൾ വരുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ശ്രദ്ധിക്കുക. ടൈമർ ഓൺ ആക്കുന്നുണ്ട്.
റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ സമയം കഴിഞ്ഞ് 30 സെക്കൻഡ് ആണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഫസ്റ്റ് നോക്കിക്കേ. ജിയും എച്ചിലുമാണ് എൻ്റെ ആൽഫബറ്റിക് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ജിനെയും എച്ചിനെയും നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, ജി എച്ച് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി എച്ച് കഴിയുമ്പോൾ ഓ എസ് ആണ് വരുന്നത്. ഇവിടെ എസ് തന്നിട്ടുണ്ട്, ദേ ഇവിടെ ഒരു എസ് കിടക്കുന്നുണ്ട്, അതിനിടയിൽ കിടക്കുന്ന ഒരു ബ്ലാങ്ക് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്? ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സീരീസ് അല്ലേ, ആൽഫബറ്റുകൾ റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ജി എച്ച് ഒ എസ് എന്നുള്ള ഒരു പെയർ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ഇവിടെ എന്തായിരിക്കും ഫസ്റ്റ് ബ്ലാങ്ക് സ്പേസിൽ വരുന്നത്? ഓ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ എൻ്റെ ഓപ്ഷൻ, എൻ്റെ കറക്റ്റ് ആൻസർ ഏതിലായിരിക്കും? ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് എനിക്ക്. ഇനി അടുത്തതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ എന്താ? ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക്, ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതേ ജി എച്ച് ഒ എസ് ടി ആണ് വരേണ്ടത്. ടിയുടെ സ്ഥലത്ത് അവർ എന്താ തന്നിരിക്കണേ? ആറാണ് തന്നിരിക്കണേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗോസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അതിൽ ജിയും എച്ചും ഓയും എസും അവർ ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ ടിക്ക് ശേഷം അവർ അടുത്ത ഈ സംഭവം വന്നപ്പോൾ, അടുത്ത സെറ്റ് വന്നപ്പോൾ എന്ത് കൊടുത്തു? ആ ടിക്ക് പകരം 6 എന്ന് കൊടുത്തു. അതേപോലെ ജി എച്ച് ഒ എസ് അതിന് മാറ്റമില്ല. അടുത്തത് അവർ എന്തെന്ന് കൊടുത്തു? പി എന്ന് കൊടുത്തിരിക്കുക, പി എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ അടുത്ത സെറ്റ് എഴുതിയപ്പോൾ അവർ എന്ത് ചെയ്തു? ജി എച്ച് ഒ എസ് കഴിഞ്ഞിട്ട് പി കൊടുത്തു. അപ്പോൾ ടിയും ആറും പിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് അല്ലേ. ടിയിൽ നിന്നും 2 പുറകിലേക്ക് പോകുമ്പോൾ എനിക്ക് 6ലേക്ക് വരാൻ പറ്റും. 6ൽ നിന്നും എഗെയിൻ 2 പുറകിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എവിടേക്ക് എത്താൻ പറ്റും? പിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത സെറ്റ് നിങ്ങൾ തന്നെ പറഞ്ഞ എന്തായിരിക്കും? ജി എച്ച് ഒ എസ് ഉണ്ടാവും. ആ പിയിൽ നിന്നും എനിക്ക് 2 പുറകിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ എത്രയായിരിക്കും? എൻ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവും അല്ലേ. പിയിൽ നിന്ന് 2 പുറകിലേക്ക് മൈനസ് ചെയ്ത് പോകാന്ന് പറയുമ്പോൾ എൻ ആയിരിക്കും. എം എൻ ഒ പി ആണല്ലോ. അപ്പോൾ 2 മൈനസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി ഇത് ഫില്ല് ചെയ്തുകൂടെ? അല്ലെ, ജി എച്ച് ഒ എസ് കഴിഞ്ഞിട്ട് ടി വന്നു, എഗെയിൻ ജി എച്ച് ഒ എസ് വരും, 6 വന്നു, ജി എച്ച് ഒ എസ് പി വന്നു. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? ജി എച്ച് ഒ എസ് എൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഏതൊക്കെയാണ് ബ്ലാങ്ക് സ്പേസ്? ഒ ജി എസ് എച്ച് എൻ. ഓപ്ഷൻ ഡി അല്ലെ, ഒ ജി എസ് എച്ച് എൻ. ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ 4 ആൽഫബറ്റുകൾ റിപ്പീറ്റ് ചെയ്തു. അവസാനത്തെ 5ാമത്തെ ആൽഫബറ്റുകളും എന്ത് പറ്റി? അവിടെ 2 പൊസിഷണൽ വാല്യൂസ് 2 പുറകിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ഓപ്ഷൻ ഡി ഒ ജി എസ് എച്ച് എൻ ആണ് എൻ്റെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ടൈമർ ഓൺ ആണ്. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. 30 സെക്കൻഡ് കംപ്ലീറ്റ് ആയി. അപ്പോൾ 8 388 18 അല്ലേ, നടുക്ക് കിടക്കുന്ന നമ്പറാണ് വലിയ നമ്പർ. ഫസ്റ്റ് കിടക്കുന്ന നമ്പർ ചെറിയ നമ്പറാണ്. പക്ഷെ എനിക്ക് അത് ഇവിടെ കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി ആദ്യത്തെയും 3ാമത്തെ നമ്പറിനെ തമ്മിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ, കൂട്ടുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും സെക്കൻഡ് നമ്പർ കിട്ടുന്നുണ്ടാവുക. കാരണം എന്താ, തന്നിരിക്കുന്ന 2 എക്സാമ്പിളിൽ നടുക്ക് കിടക്കുന്ന നമ്പറാണ് വലിയ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 388 എന്ന് പറയുമ്പോൾ ഒരു വലിയ നമ്പറാണ്. 18 × 8 എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്താ പറയുക, അത്രയ്ക്കും വലിയ നമ്പർ അല്ല കിട്ടുന്നത്. പക്ഷെ എന്താ, എന്നാലും അവിടെ മൾട്ടിപ്ലിക്കേഷനോ സ്ക്വയറോ അങ്ങനെ എന്തൊക്കെയോ ഒന്ന് സംഭവം ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ 18ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 324 ആണ്. അതേപോലെ 8ന്റെ സ്ക്വയർ എത്രയാ? 64 ആണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഫസ്റ്റ് നമ്പറിന്റെയും തേർഡ് നമ്പറിന്റെയും സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് രണ്ടിനെയും കൂടെ എന്ത് ചെയ്തു? കൂട്ടി. 324 + 64 ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തെന്ന് കിട്ടും? 388 എന്ന് കിട്ടും. അതേപോലെ നിങ്ങൾ അടുത്ത സെറ്റ് നോക്കിക്കേ. 11ഉം 137 4. അപ്പോൾ 1ാമത്തെ 3ാമത്തെ നമ്പറുകളുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും? 11ന്റെ സ്ക്വയർ 121 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാ? 16 ആണ്. ഇനി ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടുമ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടും? എനിക്ക് 137 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നുണ്ട് അല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് തേർഡ് നമ്പറിന്റെ സ്ക്വയർ ഈക്വൽ ടു എൻ്റെ നടുക്ക് കിടക്കുന്ന സെക്കൻഡ് നമ്പർ അല്ലേ. അപ്പോൾ ജനറൽ റൂൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് തേർഡ് നമ്പറിന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേ റൂൾ ഫോളോ ചെയ്ത് വരുന്ന ഏത് ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കിടക്കുന്നത്? ശ്രദ്ധിച്ച് നോക്കിക്കേ. യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് പോവാം അല്ലേ.
എന്താ ഇവിടെ നോക്കുകയാണെങ്കിൽ 15 225 5 യൂണിറ്റ് ഡിജിറ്റ്, 5ഉം ഇവിടെ 4 വരും, 5 4 9 ആൻസർ വരേണ്ടത്, അല്ല, തെറ്റ്. ഇവിടെ നിന്ന് വരും 9 ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് വരിക, ഇവിടെ 9 വരിക, 9 9 കൂട്ടുമ്പോൾ 18, 8 വരേണ്ടത്, വന്നിട്ടില്ല. അടുത്ത് നോക്കിക്കേ, ഇവിടെ എന്തായാലും 0 ആയിരിക്കും, ഇവിടെ എന്താ 81, അപ്പോൾ 1 യൂണിറ്റ് ഡിജിറ്റ് അവസാനിക്കേണ്ടത്, വന്നിട്ടില്ല. അടുത്ത് നോക്കിക്കേ 14, 14ന്റെ സ്ക്വയർ, 14 എന്ന് പറയുമ്പോൾ 14ന്റെ സ്ക്വയർ 196, അപ്പോൾ 6 യൂണിറ്റ് ഡിജിറ്റ്, 25 25ന്റെയും 5, അപ്പോൾ 6ഉം 5ഉം കൂട്ടുമ്പോൾ 11 വരും, അല്ലേ, യൂണിറ്റ് ഡിജിറ്റ് 1. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്തു നോക്കാം, അല്ലേ. 14ന്റെ സ്ക്വയർ എത്രയാ, 196, 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ, 25. അപ്പോൾ 196ഉം 25ഉം കൂടി ഞാൻ കൂട്ടി നോക്കുകയാണെങ്കിൽ എനിക്ക് ആൻസർ എത്ര തന്നെ കിട്ടും, 221 എന്ന് പറയുന്ന ആൻസർ തന്നെ എനിക്ക് കിട്ടും, അല്ലേ. 221 എൻ്റെ ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 14 221 5. ജനറൽ റൂൾ എന്തായിരുന്നു, ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് തേർഡ് നമ്പറിൻ്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു മിഡിൽ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ ഇവിടെ എന്താ, 2 റോ തരുന്നുണ്ട്, 2 പേരും ഇപ്പോൾ ഒരു നിരയിൽ ഇങ്ങനെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്, 3 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് ഫേസിലായിട്ട്, അതായത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് 3 പേര് ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 6 പേര് ഇരിക്കുന്നുണ്ട്, പക്ഷെ 3 പേര് 2 നിരകളിലായിട്ടാണ് അവർ ഇരിക്കുന്നത്, ഓപ്പോസിറ്റ് ഫേസ്, എതിർവശത്തേക്ക് നോക്കി ഇരിക്കണം. അപ്പോൾ ഇത് ചെയ്തു നോക്കിയേ. ഓക്കെ, സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം. 6 പേരുണ്ട്, ABCDEF, 2 റോകളിലായിട്ടാണ്, 2 നിരകളിലായിട്ട് 3 പേര് വീതമാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 2 3 4 5 6 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ പൊസിഷൻസ് കൊടുക്കാം, അല്ലേ. ഓപ്പോസിറ്റ് 3 പൊസിഷൻ, 3 രീതിയിൽ 2 റോ ആണല്ലോ. അപ്പോൾ 6 പേർക്ക് ഇരിക്കാനുള്ള പൊസിഷൻസ് ഞാൻ അവിടെ ആദ്യം വരച്ചിട്ടു. ഇനി എന്താ, ഞാൻ ഇനി ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് എനിക്ക് വായിച്ചു നോക്കണം, അല്ലേ. എന്താ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഇ ഈസ് നോട്ട് അറ്റ് എനി എൻഡ്, ഒരു അറ്റത്തും അല്ല ഇരിക്കുന്നത് ഇ എന്ന് പറയുന്നത്, അല്ലേ. ഈ അറ്റത്തും അല്ല, ലെഫ്റ്റിലും ആയിരിക്കില്ല റൈറ്റിലും ആയിരിക്കില്ല, ഇവിടത്തെയും ലെഫ്റ്റിലും ആയിരിക്കില്ല റൈറ്റിലും ആയിരിക്കില്ല, നടുക്കിൽ ഏതോ, ഈ 2 നിരകളിൽ ഏതോ ഒരു നടുക്കിലാണ് ആരിയിരിക്കുന്നത്, ഈ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്, ഒന്നുകിൽ എനിക്ക് ഇവിടെ കൊണ്ടുവരുത്താം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരുത്താം, എങ്ങനെയാണെങ്കിലും ഇരുത്താം. ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കേ. ഡി ഈസ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എഫ്, അല്ലെ. ഡി ഇരിക്കുന്നത് എവിടെയാ, എഫിന്റെ ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എവിടെ വേണേലും നിങ്ങൾക്ക് ഇരുത്താം. ഇപ്പോൾ എഫിനെ ഞാൻ ഇവിടെ ഇരുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരുത്താൻ പറ്റില്ല, എഫിനെ ഞാൻ ഇവിടെ ഇരുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫിന്റെ രണ്ടാമതായിട്ടാണ് ആരിരിക്കുന്നത്, ലെഫ്റ്റിൽ നിന്ന് രണ്ടാമതായിട്ടാണ് എനിക്ക് ഡി എ ഇരുത്താൻ പറ്റുന്നത്, അല്ലേ. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കേ. സി ഇരിക്കുന്നത് എവിടെയാന്ന് പറയുന്നുണ്ട്, സി ഈസ് നെയ്ബർ ഓഫ് ഇ ആൻഡ് ഈസ് സിറ്റിംഗ് ഡയഗണലി ഓപ്പോസിറ്റ് ടു ഡി. അപ്പോൾ ഡി എവിടെ ഇരിക്കുന്നു, അതിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ സി ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അതും വരച്ചു വെച്ചു, സി ഡയഗണലി ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് വായിച്ചു നോക്കിക്കേ. സി ഈസ് നെയ്ബർ ഓഫ് ഇ, സി എന്ന് പറയുന്നത് നെയ്ബർ ഓഫ് ഇ, അപ്പോൾ ഇവിടെ ഡി ആയിരിക്കില്ല, അല്ലേ. ഓക്കെ, 1 2 നമ്മളിത് എപ്പോഴും വരയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എവിടെ ഇരിക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ കൊടുക്കുകയാണ്. ഈ 2 മിഡിൽ പൊസിഷൻ ഉണ്ട്, ഒന്നുകിൽ അവിടെ കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ഈസ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എഫ്, അല്ലേ. ഡി എന്ന് പറയുന്നത് എഫ് ഇരിക്കുന്നതിൻ്റെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ആരിയിരിക്കുന്നത്, നമ്മുടെ ഡി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഫിന് നിങ്ങൾ എവിടെ കൊണ്ടേ വരയ്ക്കും, സപ്പോസ് ഇവിടെയാണ്, എവിടെയെങ്കിലും വരച്ചു നിങ്ങൾ, എഫ് എവിടെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ
എഫ് ഇവിടെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡി നമ്മുടെ സെക്കൻഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പുറത്തെ പൊസിഷനിൽ വന്നു അല്ലെ, രണ്ട് പൊസിഷൻ മാറി വന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുന്ന സമയത്ത് ഡിയുടെ ഡയഗണലി ഓപ്പോസിറ്റ് ആണ് ആരിയിരിക്കുന്നത്, നമ്മുടെ സി ഇരിക്കുന്നത്. സി ഇരിക്കുന്നത് എവിടെയാ, ഡി ഇവിടെ ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഡയഗണൽ അതല്ലേ, ഇങ്ങനെ നമ്മൾ കോണോട് കോണല്ലേ ഡയഗണൽ പറയാ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. പിന്നെ അഗൈൻ പറയുന്നുണ്ട് സി എന്ന് പറയുന്നത് ആരുടെ നെയ്ബറാ, ഇയുടെ നെയ്ബർ ആണെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പ്ലേസ് ചെയ്ത പ്രകാരം എനിക്ക് കിട്ടുന്നതും ഉണ്ട് അല്ലെ, സി ഇ എന്നുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട്. രണ്ടുപേരും അടുത്തടുത്തായിരിക്കുന്നത്. അടുത്തത് എന്താ പറയുന്നത്, ആൻഡ് ബി ഈസ് നെയ്ബർ ഓഫ് എഫ്. ബി ആരുടെ നെയ്ബറാ, എഫിന്റെ നെയ്ബർ ആണ്. അപ്പൊ ഞാൻ ബി എ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഇവിടെ ആയിരിക്കും എ എനിക്ക് ഇരുത്താൻ പറ്റുന്നത് അല്ലെ, അത് മാത്രമല്ല ഇനി ഒഴിവായിട്ട് കിടക്കുന്നുള്ളൂ. അപ്പൊ എന്താ എഫ് ബി ഡി എന്നുള്ളതായിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. മറ്റേ പൊസിഷൻ എന്തൊക്കെയാ, സി ഇ എ. ഇവർ മൂന്നുപേരും ഇങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുകയായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ബിയുടെ ഓപ്പോസിറ്റ് ആരിയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിക്കേ, ബിയുടെ ഓപ്പോസിറ്റ് ആരായിരിക്കുന്നത്, ഇ ആണ് ഇരിക്കുന്നത് അല്ലെ. ബിയുടെ ഓപ്പോസിറ്റ് ആരാ ഇരിക്കുന്നത്, ഇ ആണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇ ആണ് ബിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത്. അപ്പൊ അറേഞ്ച്മെന്റ് നിങ്ങൾ രണ്ട് തരത്തിലുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തെറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാതെ അപ്പൊ ആരെ ഞാൻ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് മറ്റേ ആളെ പ്ലേസ് ചെയ്യാൻ പറ്റാതിരുന്നത്, അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാറ്റി തിരുത്തി രണ്ടാമത്തെ പോസിബിലിറ്റി വെച്ചിട്ട് നിങ്ങൾ എഴുതി നോക്കിയാൽ മതി, ആൻസർ കിട്ടും. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതും ലാസ്റ്റും ആയിട്ടുള്ള അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ക്ലോക്കിൽ 11 മണി തൊട്ടിട്ട് 4 മണി വരെ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെ, രാവിലെ 11 അല്ലെങ്കിൽ രാത്രി 11 തൊട്ടിട്ട് 4 മണി വരെ പോകുമ്പോൾ എത്ര തവണകളിലായിട്ട് നമ്മുടെ 12 മണിക്കൂർ സൂചിയും അതുപോലെ മിനിറ്റ് സൂചിയും പരസ്പരം ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിന് മുകളിൽ ഒന്ന് വരണം അല്ലെ, ഓവർലാപ്പ് ചെയ്തിട്ട് വരണം. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയായിരിക്കും, അപ്പോൾ സപ്പോസ് ഇത് എൻ്റെ മണിക്കൂർ സൂചിയാണെങ്കിൽ ഇത് മിനിറ്റ് സൂചിയായിരിക്കും. അങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ എങ്ങനെ വരും ചെയ്ത് നോക്കിയാൽ. 30 സെക്കൻഡ് ആണ്, ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതൊരു ചെറിയ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ അങ്ങനെ കാൽക്കുലേഷനോ ഫോർമുലകളോ ഒന്നുമില്ല. ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എത്ര തവണ ഓവർലാപ്പ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രണ്ട് സമയങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടെ 11 മണി 4 മണിയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ടൈമിന് ഇടയിലുള്ള എത്ര മണിക്കൂർ ടൈം ഗ്യാപ്പ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിക്കേ, 11 മണി തൊട്ടിട്ട് 12 മണി വരെ ആവാൻ 1 മണിക്കൂർ എടുക്കും. എന്നിട്ടോ 12 മണിയിൽ നിന്ന് 4 മണി വരെ ആവാൻ എത്ര മണിക്കൂർ എടുക്കും, 4 മണിക്കൂർ കൂടി എടുക്കും. അപ്പോൾ മൊത്തം എത്ര ഗ്യാപ്പ് ഉണ്ട് അവർ തമ്മിൽ, 5 hours ഗ്യാപ്പാണ് 11 മണിയും 4 മണിയും തമ്മിലുള്ളത്. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകളുടെ ഗ്യാപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതിനോട് ഒന്ന് കുറവായിരിക്കും എന്തെന്ന് പറയുന്നത്, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്ന സമയം അല്ലെ, സമയമല്ല ടൈം എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 മണിക്കൂറാണ് ടൈം ഗ്യാപ്പ് വരുന്നതെങ്കിൽ 5 - 1 4 തവണകളായിരിക്കും എന്ത് ചെയ്യുന്നത്, എൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഇടയ്ക്ക് 12 അല്ലെ 12 മണി ഒരു സംഭവം വരുന്നത് കൊണ്ട് എപ്പോഴും ഒന്ന് കുറവിലായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ 4 തവണകളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും പരസ്പരം ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്ഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും വർക്കൗട്ട് ചെയ്തെടുക്കുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി നിങ്ങൾ ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.